الحمد لله رب العالمين، الصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. ഇമാം അന്നബവി റഹ്മഹുല്ലാഹു തആല ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുഅ്മിനായ മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകളിലെല്ലാം ബന്ധപ്പെടുന്ന ഹദീസുകളെ ക്രോഡീകരിച്ച കിതാബാണ് അൽ അർബഊൻ അന്നവവിയ്യ. അഖീദയും അമലുകളും അഖ്ലാഖും മുആമലാത്ത് മുആശറാത്തുകളും ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥമാണ്. അതിൻ്റെ രണ്ടാമത്തെ ഹദീസാണ് ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ദീർഘമായ ഹദീസ്. അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിൽ ഒന്നാമത്തെ ചോദ്യം, അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാം എന്നാൽ എന്താണെന്ന് അറിയിച്ചു തരും. മറുപടിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ 5 അർക്കാനുകൾ പറഞ്ഞു. അൽ ഇസ്ലാമു അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് തുടങ്ങുന്ന 5 കാര്യങ്ങൾ. അതിലൊന്നാമത്തെ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൻ്റെ മഅന, ശുറൂത്തുകൾ, അർക്കാനുകൾ, അത് ബാത്തുലാവുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞു. രണ്ടാമത്തേത് മുഹമ്മദുർ റസൂലുള്ളാഹിയിലുള്ള ഷഹാദയാണ്. അത് രണ്ടും ഒന്നിനോട് ചേർന്ന് കിടക്കുന്ന 2 ഷഹാദകളാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലുള്ള ഷഹാദ പൂർത്തിയാവുന്നത് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന റിസാലത്തിലുള്ള ഷഹാദത്തോടു കൂടിയാണ്. ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകൽ അനിവാര്യമാണ്. ഒരാൾ പക്കാ മുവഹിദാണ്, ശിർക്കിന്റെ ഒരു അംശം പോലുമില്ല, എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹിയിലുള്ള ഷഹാദത്തിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ അയാളുടെ തൗഹീദ് ഖബൂലല്ല. ഇനി ഒരാൾ പക്കാ മുഹമ്മദിയാണ്, സുന്നത്തായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ അധികം സ്നേഹിച്ച് ഇത്തിബാഓടുകൂടി ജീവിക്കുന്ന ഒരാൾ, പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, തൗഹീദ് ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിന്റെ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പറഞ്ഞു എന്താണ് അഹ്സനുൽ അമൽ, ഏറ്റവും മനോഹരമായ അമൽ എന്നാണ് ആ വാക്കിനർത്ഥം. പക്ഷെ ഒരു മുഅ്മിൻ ചെയ്യുന്ന അമല് മനോഹരമാകുന്നത് 2 കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ്. ഒന്ന് അൽ ഇഖ്ലാസ്, മറ്റൊന്ന് അൽ ഇത്തിബാ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. ഇത്തിബാ എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ ചെയ്ത അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ മാത്രം. ഇത് രണ്ടും ചേർന്ന അമലിനാണ് അഹ്സനുൽ അമൽ എന്ന് പറയുക. അതാര് ചെയ്യുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പഠിച്ചത്. ലിനബ്ലുവഹും, നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുവാൻ. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യം. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വാചകത്തിലുള്ള കരാറ്, ഉടമ്പടിയിൽ ഒന്ന്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയലാണ്. മഅരിഫത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി നമുക്ക് പറയാൻ സാധിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ പേരും ഉപ്പാന്റെ ഉമ്മാന്റെ പേരുകളും അവിടെ നിന്ന് അങ്ങോട്ടുള്ള പരമ്പരയും നുബുവത്ത് വരെയുള്ള 40 കൊല്ലത്തെ ജീവിതവും അതിനുശേഷമുള്ള 23 കൊല്ലത്തെ ജീവിതവും തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സംഭവ വികാസങ്ങളെല്ലാം ഒരു സത്യവിശ്വാസി മൊത്തത്തിലല്ലെങ്കിലും ചുരുങ്ങിയ തരത്തിലെങ്കിലും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഉലമാക്കള് സീറയുടെ കിതാബുകൾ രചിച്ചത്. താരീഖിന്റെ കിതാബുകൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് സീറയുടെ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കഴിഞ്ഞ കാലത്ത് വന്ന ഉലമാക്കൾ ആരും കിതാബുകൾ എഴുതിയത് അത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവരുടെ ലക്ഷ്യം ഇൽമ് കൈമാറലാണ്. അവരുടെ വരുമാന മാർഗം വേറെയാണ്. കച്ചവടക്കാരുണ്ടാവും, മറ്റുണ്ടാവും. ഈ കാണുന്ന താരീഖിന്റെ സീറയുടെ കിതാബുകൾ അവർ എഴുതി നമ്മുടെ കൈമൽ ഏൽപ്പിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസി അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താ അറിഞ്ഞാലുള്ള 2 ഗുണങ്ങൾ? ഒന്ന്, റിസാലത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന ശക്കുകളില്ലാതെയാവും. ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിഞ്ഞാൽ അപ്രവാചകൻ പറഞ്ഞ വാക്കുകളും പ്രവാചകൻ കാണിച്ചു തന്ന ചര്യകളും നമുക്ക് ശക്കില്ലാതെ ഇത്തിബാ ചെയ്യാൻ പറ്റും. അറിയാത്ത ആളാണെങ്കിലോ ഡൗട്ട് വരും. ശരിയാണോ തെറ്റാണോ, അല്ല ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലേ, സ്വാഭാവികമായും വരും. അതുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയുമ്പം ആരാണ് മുഹമ്മദ് എന്നറിയണം, ഡൗട്ട് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, വളരെ നല്ല മുഹബ്ബത്തോടു കൂടി ഇത്തിബാ ചെയ്യാൻ പറ്റും. ഒരാളോട് ഒരാളെ ഇത്തിബാ ചെയ്യാൻ, ഒരാളെ അനുകരിക്കാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുക അയാളോടുള്ള സ്നേഹമായിരിക്കും, മുഹബ്ബത്തായിരിക്കും. ഒരാളെ നമ്മൾ സ്നേഹിക്കൽ എപ്പോഴാണ്? അയാൾ അറിയുമ്പോൾ, അയാൾ എന്താണ് ഏതാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ്. ലൗവിനെ പറ്റിയല്ല ഈ പറയുന്നത്. അതിനറിയണമെന്നൊന്നുമില്ല, ഒന്ന് കണ്ടാൽ മതി പിള്ളേർക്ക് പ്രേമിക്കാൻ. അതല്ല പറയുന്നത്. ഹൃദയം കൊണ്ടുള്ള ഒരു അടുപ്പം, മുഹബ്ബത്ത്. ഇഷ്കല്ല. ഇഷ്ക് വേറെ, മുഹബ്ബത്ത് വേറെ. ഇഷ്ക് ലൈല മജ്നൂന്റെ ഇഷ്ക്. മുഹബ്ബത്ത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ഉണ്ടാവേണ്ടുന്നതാണ് മുഹബ്ബത്ത്. ആഷിഖെ റസൂൽ പറയാൻ പാടില്ല. ആ വാചകമേ ഉച്ചരി. അള്ളാഹുവിന്റെ റസൂലിനെ പ്രേമിക്കണ്ട, സ്നേഹിച്ചാ മതി. മുഹബ്ബത്ത് കൂടുമ്പം എന്താണോ ആ പ്രവാചകൻ പറഞ്ഞത് അങ്ങനെ ആവാൻ ശ്രമിക്കും. ആ പ്രവാചകൻ എങ്ങനെയാണോ നടന്നത് അതുപോലെ നടക്കാൻ ശ്രമിക്കും. അത് വരണമെങ്കിൽ അതാരാണ് ആ മുഹമ്മദ് എന്നറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം. ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പേരിനെ വരെ, മുഹമ്മദ് എന്ന പേര് വരെ സത്യവിശ്വാസികൾ അറിയേണ്ടുന്ന പേരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പ മകന്റെ മകന് മുഹമ്മദ് എന്ന് പേര് വെക്കുന്നത് വരെ ഈ ദുനിയാവിൽ അങ്ങനത്തെ ഒരു പേരില്ല. ദുനിയാവിൽ കഴിഞ്ഞു പോയ ആയിരക്കണക്കിന് വർഷങ്ങളിൽ ആ പേരില്ല. ലോകത്താദ്യമായി ആ പേര് വെക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുറൈശികൾ ചോദിച്ചു അബ്ദുൽ മുത്തലിബിനോട്, ഇതെന്താ ഇപ്പൊ ഒരു പരിചയമില്ലാത്ത പുതിയ ഒരു പേര്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മുശ്രിക്കാണ് അന്നും പാപ്പ, എന്റെ മകൻ ആളുകളുടെ നാവിലൂടെ സ്തുതിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന വാക്കിനർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. ശത്രുക്കൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഇകഴ്ത്തുമ്പോഴും കളവുകൾ പ്രചരിപ്പിക്കുമ്പോഴും അവരെ നാവിൽ നിന്നു വരുന്നതും എന്ത് പേരാണ്? മുഹമ്മദ്. സ്തുതിക്കപ്പെട്ട കള്ളൻ അങ്ങനെയുണ്ടോ? സ്തുതിക്കപ്പെട്ട ഇങ്ങനാക്കിയ ആള് അങ്ങനെ പറയാൻ കഴിയില്ല. എന്തു പറഞ്ഞാലും അത് ആ വ്യക്തിയോട് ചേരാത്ത തരത്തിൽ പേര് വരെ അല്ലാഹു സംവിധാനിച്ചു. അതുകൊണ്ടാണ് അബൂജഹലിനെ പോലെയുള്ള ഖുറൈശികൾ നേതാക്കന്മാര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മാറ്റി മുസമ്മം എന്ന് വിളിച്ചത്. കാരണം മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ല.
മുസമ്മമിന്റെ അർത്ഥം ആക്ഷേപിക്കപ്പെട്ടവൻ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു സഹാബാക്കളോട്, നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? എന്തിനാ റസൂലേ? അവര് എന്നെ ചീത്ത വിളിക്കുന്നത് കേട്ടിട്ട്. പക്ഷെ അവരെ എന്നെ അല്ല ചീത്ത വിളിക്കുന്നത്. ഇന്നമാ യസുബ്ബൂന മുസമ്മമൻ, മുഹമ്മദിനെ അല്ല അവർ ചീത്ത വിളിക്കുന്നത്, മുസമ്മമിനെയാണ്. വഅന മുഹമ്മദ്, ഞാൻ ആരാണ്? മുഹമ്മദാണ്. അവർ ചീത്ത പറയുന്നത് മുസമ്മം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ മുസമ്മമല്ല, മുഹമ്മദാണ്. അതുകൊണ്ടാ ജൂതന്മാർ ഇന്ന് എന്താക്കിയത്? എമ്മിന് ശേഷം ഓ ഇട്ടത്. നമുക്കതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ജൂതന് ആ സംഗതി അറിയാം. മോന്നല്ലേ വായിക്ക എം ഓ ഇട്ടാല് മുഹമ്മദ്. ശരിയാണ്, പേര് മാറി. മുഹമ്മദാണ് ശരിക്കും എം യു. നമ്മൾ തന്നെ ഇപ്പോഴും എം ഇട്ടിട്ട് ഓ ഇട്ടിട്ട് ഒരു കുത്ത് പറയരുത്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിവരം വരെ ജൂതൻ പഠിച്ച് അതിൽ വരെ മുസ്ലിം ഉമ്മത്തിനെ തെറ്റിക്കാൻ ഓൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളോ അതൊന്നൊരു വിഷയമല്ലപ്പ എന്ന് പറഞ്ഞിട്ടങ്ങ് വിടുന്ന അവസ്ഥയാണ്. അല്ല, അതൊരു വിഷയമാണ്. കാരണം റിസാലത്തിന്റെ ഷഹാദത്തിൽ ഒന്നാമത്തെ സംഗതി ആ പേര് നിർവഹിക്കുന്ന ആൾ ആരാണ് എന്നറിയലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ആദം നബി തൊട്ട് ഈസ നബി വരെയുള്ള അലൈഹിമുസ്സലാത്തു വസ്സലാം ഒരു നബിക്കും നൽകാത്ത ആദരവ് അപ്പേരിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആനിൽ എന്ത് കാണാത്തത്? യാ മുഹമ്മദ് അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല റബ്ബ്. യാ മുഹമ്മദ് എന്ന് ദുനിയാവിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ടേ ഇല്ല. എന്നാലോ തങ്ങളുടെ പ്രത്യേക സ്വഭാവ ഗുണങ്ങളെ, വിശേഷണങ്ങളെ എടുത്തു വിളിച്ചു. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൻ നബിയ്യു. അതാ വളർമയെ കാണിക്കുന്ന വിളിയാണ് അല്ലാഹുവിന്റെ. ചില ആളുകൾ, അറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ വിളിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ തിരുത്തുകയും ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന. അതറിയില്ലേ? ലാ തഖൂലു, നിങ്ങൾ പറയരുത്, റാഇന, നമ്മളെ ഒന്ന് പരിഗണിക്കൂ എന്നാണ് ആ വാക്കിനർത്ഥം. പക്ഷെ ജൂതന്മാര് ആ വാക്കിന് ദ്വയാർത്ഥം പറഞ്ഞു വിളിക്കുന്ന ഒരു വാക്കാണ്. ദ്വയാർത്ഥം മീൻസ് രണ്ടർത്ഥമുള്ള വാക്ക്. ഒന്ന് മോശമായ അർത്ഥം, മറ്റൊന്ന് നല്ലത്. ഇപ്പൊ ഇത് സഹാബത്ത് പറയുമ്പോൾ ജൂതന്മാര് ബാക്ക് നിശ്ചരിക്കും. കണ്ടോ, മുഹമ്മദിന്റെ അനുയായികൾ തന്നെ ഇങ്ങനെയാ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആയത്തിറക്കി. അങ്ങനെ പറയരുത്. ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന വസ്മഉ. ഉൻദുർന എന്ന് പറ, നബിയെ ഇങ്ങോട്ടൊന്ന് നോക്കൂ എന്ന അർത്ഥത്തിൽ പറ. അത്രത്തോളം അള്ളാഹു അത് ശ്രദ്ധിച്ചു. ഈ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറയുന്നൊരു വിഷയമുണ്ട്. മറ്റു ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ വേണ്ടി വിളിച്ച ആ വാക്ക് വരെ നിങ്ങൾ പറയരുത് എന്ന് അല്ലാഹു പറഞ്ഞ സ്ഥിതിക്ക് മറ്റുള്ളവരുടെ ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല. സ്വഭാവമാവട്ടെ, ഇടപാടുകളാവട്ടെ, സംസ്കാരമാവട്ടെ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, അവരുടെ വസ്ത്രവേഷവിധാനം വരെ നമുക്ക് പറ്റൂല. അതുകൊണ്ട് പ്രത്യേകിച്ചും അന്യമതസ്ഥരുടേതായി അറിയപ്പെട്ട ചില വേഷങ്ങളുണ്ടാവും, ചില നിറങ്ങളുണ്ടാവും, അത് നമുക്ക് പറ്റൂല. അതുകൊണ്ട് നമുക്ക് കുങ്കുമത്തിന്റെ കളർ പറ്റാത്തത്, അതിന്റെ കുപ്പായോ അതിന്റെ മുണ്ടോ അതിന്റെ പാൻസോ അത് പറ്റൂല. അത് ഈ ആയത്തിന്റെ തെളിവാക്കിയിട്ടാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞത്. മുഅ്മിനീങ്ങൾ അല്ലെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തരാവണം. അതിലെല്ലാം അത് ഷഹാദത്തിന്റെ ഭാഗം കൂടിയാണ്. ഖൈർ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, രണ്ടാമത്തേതാണ് അള്ളാഹുവിന്റെ അവസാനത്തെ റസൂലാണ് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കുറിച്ച് വിശ്വസിക്കൽ. അന്നഹു ഖാതമുർ റുസുൽ വകിതാബുഹു ഖാതമുൽ കുതുബ് വഖൈറുഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണ്, അവസാനത്തെ നബിയാണ്. തങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട കിതാബും അവസാനത്തേതാണ്. ഇനി ഒരു നബിയും ഇല്ല, ഒരു റസൂലും ഇല്ല, ഒരു കിതാബും ദുനിയാവിൽ ഇലാ യൗമിൽ ഖിയാമ വരികയില്ല. ഖത്മുൻ നുബുവ,
വിശ്വസിക്കൽ അഹ്ലുസുന്നയുടെ അഖീദയുടെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബി വരുമായിരുന്നെങ്കിൽ എന്നാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലൗ കാന ബഅദീ നബിയ്യൻ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്താ ഇതിന്റെ അർത്ഥം? ഉണ്ടാവൂല. ലക്കാന ഉമർ, അത് ഉമർ ആകുമായിരുന്നു. കാരണം അതിനുള്ള ഗുണങ്ങളൊക്കെ ആർക്കുണ്ട്? ഉമർ ഫാറൂഖിനുണ്ട്. പക്ഷെ ഇനി ഉണ്ടാവൂല. എന്നാൽ അവസാനത്തെ നബിയാണ്. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വലാകിൻ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ആരുടെയും പിതാവല്ല. സ്വന്തം പാപ്പയിലേക്ക് മാത്രമേ ചേർത്ത് വിളിക്കാൻ പാടുള്ളൂ. വലാകിൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതമുൻ നബിയ്യീൻ, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളാണ്. ഖത്ം എന്ന് പറഞ്ഞാൽ സീല് എന്നർത്ഥം. ഒരു ചങ്ങലയാണ് പ്രവാചകന്മാരുടെ നുബുവത്തിന്റെ പരമ്പര. അത് ആദം നബി തൊട്ട് തുടങ്ങി ശീസി, ദിരീസ്, നൂഹ്, ഇബ്രാഹിം, മൂസ ഇങ്ങനെ വന്ന് അവസാനത്തിൽ മുഹമ്മദ് അവിടെ സീലായി. ഇനി അങ്ങോട്ട് ആ നുബുവത്തിന്റെ ചങ്ങല ഉണ്ടാവൂല. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ട് അല്ലെങ്കിൽ വരും എന്ന് വിശ്വസിച്ചാലോ, ഇമാം സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഒരു ഹദീസ് കാണാം. ഖാൽ വഅന്നഹു സയകൂനു മിൻ ഉമ്മതി കദ്ദാബൂന 30, എന്റെ ഉമ്മത്തിൽ 30ഓളം കദ്ദാബുകൾ സയകൂൻ പിന്നീട് ഉണ്ടാകും. എന്തായിരിക്കും അവര് വന്ന് പറയുന്ന കളവ്? അവരുടെ നുബൂവത്തിന്റെ വാദമായിരിക്കും. ഈ ഹദീസിന്റെ ശറഹിൽ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഹസറഹുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅദദ്. മടക്കിയിരിക്കാലം നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മുമ്പിലുള്ള പള്ളി പറയാൻ പോവാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പള്ളി എന്ന് പറയാൻ പറ്റുമോ? പള്ളി ബിൽഡിങ്, നമ്മളെ മുമ്പിലുള്ള ബിൽഡിങ്ങിനെ പറ്റിയാ പറയാൻ പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാൻ പോകുന്ന കദ്ദാബുകളുടെ അദദടക്കം പറഞ്ഞു, എണ്ണമടക്കം 30ഓളം കദ്ദാബുകൾ എന്റെ ഉമ്മത്തിൽ പിന്നീട് വരും. വകുല്ലുഹും, അവരെല്ലാവരും യസ്ഉമു അന്നഹു നബിയ്യുൻ ഊഹിയ ഇലൈഹി, അവരൊക്കെ എന്ത് വാദിക്കും? നബിയാണ്, എനിക്ക് വഹയി കിട്ടുന്നുണ്ട് എന്ന് വാദിക്കും. വഹും കദ്ദാബൂൻ, അവർ കള്ളന്മാരായിരിക്കും. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയ്യീൻ. എന്താ അവര് കള്ളന്മാരായിരിക്കുമെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാനുള്ള കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണ്, നബിയാണ്. വലാ നബിയ്യ ബഅദഹു, ആ നബിക്ക് ശേഷം ഒരു നബി ഇല്ല. എനിക്ക് കേട്ടോ, ഫമൻ സഅമ, ഇനി ആരെങ്കിലും വാദിച്ചാൽ അന്നഹു നബിയ്യുൻ ബഅദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഞാൻ നബിയാണ് എന്നൊരുത്തം വാദിച്ചാൽ, ആര് വാദിച്ച പോലെ? മിർസ ഗുലാം ഖാദിയാനി എന്ന് പറയുന്ന ഇന്നത്തെ ഖാദിയാനികളുടെ വിശ്വാസങ്ങളിലുള്ള അയാള്. ഇന്നങ്ങനെ വിശ്വസിക്കുന്നില്ലേ? അവരെ പറ്റി എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഖാദിയാനികൾക്ക് തൗഹീദിൽ വലിയ വ്യതിയാനമൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ബാങ്ക് കൊടുക്കുമ്പോഴും പറയും അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചത് കൊണ്ടല്ല ഖാദിയാനികളെ നമ്മൾ അഹ്ലുസുന്നയിൽ നിന്നും പുറത്താക്കിയത്. പിന്നെയോ റിസാലത്തിന്റെ ഷഹാദത്തിൽ വ്യതിയാനം സംഭവിച്ചത് കൊണ്ടാണ്. റിസാലത്തിന്റെ ഷഹാദത്തിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണ്, നബിയാണ് എന്ന്. പക്ഷെ അവരെന്ത് വിശ്വസിച്ചു? മിർസ ഗുലാം ഖാദിയാനി അള്ളാഹുവിന്റെ റസൂലിന് ശേഷം വന്ന നബിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ, അപ്പൊ ഗുലാം ഖാദിയാനി, ആ മിർസ ഗുലാം എന്ന് പറയുന്ന ചങ്ങായി ഫഹുവ കാദിബുൻ, അവൻ കള്ളനാണ്, കാഫിറുൻ, കാഫിറാണ്. പിന്നെ ബാങ്ക് കൊടുത്തിട്ട് എന്താ കാര്യം? കാഫിറും, അവൻ കാഫിറാണ്. ഹലാലുദ്ദമി വൽ മാൽ, ഇസ്ലാമിക ഖിലാഫത്തുള്ള രാജ്യത്താണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അയാളുടെ രക്തവും സ്വത്തും ഹലാലാണ്. അയാൾ എന്ത് ചെയ്യാം? പറയുന്നത് കേൾക്കണ്ട, അതുകൊണ്ട് ആംഗ്യം കാണിച്ച്.
ഹലാലുദ്ദമി വൽമാൽ, അയാളുടെ സ്വത്ത് എന്ത് ചെയ്യാം? ബൈത്തുൽ മാലിലേക്ക് കണ്ടുകെട്ടാം. കാരണം അയാൾ കാഫിറായി, മുർത്തദ്ദായിരിക്കുന്നു. തൗഹീദിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് തൗഹീദ് ഉണ്ടല്ലോ പോരാ. അയാൾക്ക് ശിർക്കൊന്നുമില്ലല്ലോ, ജാറത്ത് പോകുന്നില്ലല്ലോ, അള്ളാഹു അല്ലാത്ത ആരെയും വിളിക്കുന്നൊന്നുമില്ലല്ലോ, പോരാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ട് ഷഹാദയും ഒരുപോലെ ഉണ്ടാവണം. ഉണ്ട്, ഉള്ളവരുണ്ട്, അത് ഉള്ളവരുണ്ട്. ഇനി മടക്കേരിക്കാരോട് പറയാൻ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ, സലഫി പള്ളിയിലെ ഖത്തീബല്ല, എന്നെ തെറി വിളിക്കരുത്, കുറ്റം പറയരുത്. ഫവമൻ സദ്ദഖഹു, വാദമില്ല, പക്ഷെ അങ്ങനെ വാദിച്ച ഒരാളെ ആരെങ്കിലും സത്യമാക്കിയാൽ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൂടെ കൂടിയാൽ, ഫഹുവ കാഫിറുൻ ഹലാലുദ്ദമി വൽമാൽ, അവനും കാഫിറാണ്, അവന്റെ രക്തവും അവന്റെ സ്വത്തും അനുവദിക്കപ്പെട്ടതാണ്. ഇസ്ലാമിക രാജ്യത്താണ്, നമ്മുടെ കേരളത്തിലല്ല. ആ വ്യത്യാസം മനസ്സിലാക്കണം. പക്ഷെ അവൻ വിശ്വാസപ്രകാരം നമ്മുടെ കാഴ്ചപ്പാടിൽ കാഫിറാണ്, അഹ്ലു സുന്നക്ക് പുറത്താണ്. വലൈസ മിനൽ മുസ്ലിമീന വലാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ അവൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനുമല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവനും അല്ല. അതുകൊണ്ട് അവരുമായി മുസ്ലിമീങ്ങളോടുള്ള മുആമലാത്തുകൾ ഇല്ലേ ഇല്ല. പിന്നെ ആരോടുള്ള മുആമലാത്താണ് ഉള്ളത്? ആ മുസ്ലിമീങ്ങളോട്. ഇവിടെ ഒരു ബാലേട്ടൻ, അപ്പുറത്തൊരു ജോസഫ് ഏട്ടൻ, അപ്പുറത്തൊരു അബ്ദുള്ള ഹാജിയാനി ഖാദിയാനി, ഈ മൂന്ന് പേരോടും നമ്മളുടെ സമീപനം ഒരേപോലെ. ബാലേട്ടന്റെ മോനെ കൊണ്ട് എന്റെ മോളെ ഞാൻ കെട്ടിക്കോ? എന്താ, മനുഷ്യനല്ലേ? ഓളും മനുഷ്യത്തെയാണ്, ബാലേട്ടനും മനുഷ്യനാണ്. ബാലേട്ടന്റെ ഭാര്യ ആരാ? സുമതി ചേച്ചിയും മനുഷ്യ സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം? മുസ്ലിമല്ല. ജോസഫ് ഏട്ടന്റെ മോനും എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. പക്ഷെ ജോസഫ് ഏട്ടന്റെ മോളെ എനിക്ക് എന്ത് ചെയ്യാം? അത് വേറെ കാര്യം. പക്ഷെ അതും എന്തല്ല, ഷർത്തുകൾ ഉണ്ട് കേട്ടോ, ഒറ്റടിക്കം കെട്ടാന്നല്ല, നിബന്ധനകളുണ്ട്. കാരണം ജോസഫ് ഏട്ടൻ മുസ്ലിം അല്ല. അപ്പുറത്തെ ഖാദിയാനിയായ അബ്ദുള്ള ഹാജിന്റെ മോള് അല്ലെങ്കിൽ മോൻ എന്റെ മോളെ ഇല്ല, കാരണം അയാൾ എന്തല്ല, മുസ്ലിമല്ല. ഇനി ആ മോള് മുസ്ലിം ആണെങ്കിലോ, അല്ലെങ്കിൽ ആ മോൻ മുസ്ലിം ആണെങ്കിലോ ഓക്കെ. ബാലേട്ടന്റെ മോൻ മുസ്ലിമായി, ഓനെന്റെ മോളെ കെട്ടാം. ഖാദിയാനിയായ അബ്ദുള്ളാന്റെ മോൻ മുസ്ലിമായി, ആ മുസ്ലിമിന് എന്ത് ചെയ്യാം? എന്റെ മോളെ കെട്ടാം. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബിയുണ്ട് എന്ന വാദം ആ മോനും ഉണ്ടെങ്കിൽ അവൻ കാഫിറാണ്. മുസ്ലിമായ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ നടക്കുന്നത് സിനയാണ്, അള്ളാന്റെ കോടതിയിൽ കുടുങ്ങും. അത് ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ? ലവ് നാടായ നാട് മുഴുവനുള്ള പ്രശ്നം അതാണ്. ഹിന്ദുവിന്റെ കൂടെ പോകുന്നു മുസ്ലിം പെണ്ണ്, ക്രിസ്ത്യാനിന്റെ കൂടെയും മുസ്ലിം പെണ്ണ് പോകുന്നു, ഖാദിയാനിന്റെ കൂടെയും മുസ്ലിം പെണ്ണ് പോകുന്നു. അപ്പൊ ആൾക്കാർ പറയും, ഹിന്ദുവിന്റെ കൂടെ പോയി നമുക്ക് മനസ്സിലായി, ഇവനെ കാണുമ്പോൾ തന്നെ തിരിയും. മറ്റവന്റെ കൂടെ പോയത്, ഖാദിയാനിന്റെ കൂടെ പോയാൽ എന്താ, താടിയുണ്ട്, നിസ്കാരമുണ്ട്, തൊപ്പിയുണ്ട്, ജുബ്ബയുണ്ട്, കുർത്തയുണ്ട്, അങ്ങനത്തെ ഒരാളും കൂടെ അല്ലേ പോയത്. വലാ തുൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിൻ, പിന്നെ വലാ തൻകിഹുൽ മുശ്രികീൻ ഹത്താ യുഅ്മിനു, ഒരു മുശ്രിക്കത്തായ പെണ്ണിനെ നിങ്ങൾ കെട്ടരുത്. ഖുർആൻ. നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും ശരി, അവൾ മുഅ്മിനാകുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ മുശ്രിക്കിന് കെട്ടിച്ചു കൊടുക്കുകയും അരുത്, ആ മുശ്രിക്ക് മുഅ്മിനാകുന്നത് വരെ. ഖുർആന്റെ നസ്സാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതുകൊണ്ട് ഖാദിയാനി ഇപ്പറയപ്പെട്ട തരത്തിലുള്ള കാഫിറാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല, മുസ്ലിമീങ്ങളിലും പെട്ടവനല്ല. അതുകൊണ്ട് കാഫിറിനോടുള്ള നിലപാട് മാത്രമേ അവരോടും പാടുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് വിവാഹബന്ധം ബാത്തിലാണ്, ഭാര്യ ഭർത്താവ് ആവൂല, മറിച്ച് എന്താവും? വ്യഭിചാരിയും വ്യഭിചാരണിയും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇപ്പം പിള്ളേർക്ക് ഒരു ബോധമില്ലല്ലോ, എന്താ ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഒരു ബോധമില്ല. ആ ബന്ധത്തിൽ ജനിക്കുന്ന മക്കൾ ജാരസന്തതികളാണ്. ചില കുട്ടികൾ മുസ്ലിമീങ്ങൾ തന്നെ ഒളിച്ചോടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒളിച്ചോടിയിട്ട് എന്ത് ചെയ്യും? ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. എന്തായിട്ടുണ്ടാവൂല? നിക്കാഹായിട്ടുണ്ടാവൂല.
വലിയന്റെ സമ്മത ലാ നിക്കാഹ ഇല്ല ബിൽ വലി, വലിയനെ കൊണ്ടല്ലാതെ നിക്കാഹില്ല. വലിയില്ലെങ്കിൽ നിക്കാഹ് ബാത്തിൽ. അങ്ങനെ നിക്കാഹില്ലാതെ അവരെന്ത് ചെയ്തു? ജുമാഇ ചെയ്തു, അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി. അതിന് ശേഷം നിക്കാഹ് ചെയ്താലും ശരി, ആ മക്കൾ എന്താവൂല? ഉപ്പാന്റെ മക്കളാവൂല. ആ മക്കൾ ഉപ്പാന്റെ മക്കളല്ല, ആ മക്കളെ ഉമ്മയിലേക്ക് ചേർത്തിട്ടേ വിളിക്കപ്പെടുള്ളൂ. ഇസ്ലാമിന്റെ ലിസ്റ്റിൽ, അഹ്ലു സുന്നത്തിന്റെ ലിസ്റ്റിൽ ഖദീജ ബിന്ത് ഫാത്തിമ എന്നുണ്ടാവൂല, ഖദീജ ബിന്ത് അബ്ദുള്ള അങ്ങനെ ഉണ്ടാവൂല. ഉപ്പയിലേക്ക് ചേർത്ത് വിളിക്കാൻ പറ്റൂല. ഉമ്മുൽ വലദ്, അതാ ആ പെണ്ണിന്റെ കുഞ്ഞാണ്, ഇവന്റെ കുഞ്ഞല്ല. കാരണം ഇവൻ അനുവദിക്കപ്പെടാത്ത തരത്തിൽ ഉണ്ടാക്കിയ കുഞ്ഞാണ്. അതിന് അള്ളാഹു അംഗീകരിക്കൂല. ഡേഞ്ചറാണ്. മനുഷ്യന്മാർ ചിന്തിക്കൂല. നിമിഷ നേരത്തേക്കുള്ള സുഖം, അല്പനേരത്തേക്കുള്ളൊരു രസം, ഖലാസ് എല്ലാം കഴിഞ്ഞു. ഇനി അനുഭവിക്കേണ്ടതോ ആ മക്കൾ. മാതാപിതാക്കളെ കൊണ്ട് അനുഭവിക്കേണ്ടത് മക്കൾ. അതറിയാവുന്ന, പരസ്യമാക്കരുത്. ആ മക്കളുടെ കഥ പരസ്യമാക്കരുത്. എന്നാലും അതറിയാവുന്നവർ ആ മക്കൾ എങ്ങനെ കാണുള്ളൂ? ഉപ്പയില്ലാത്ത മക്കൾ ഭയങ്കര ഡേഞ്ചറാണ്. ഇനി ഈ തലമുറ ഇങ്ങനെ, ഇനി വരാനിരിക്കുന്ന തലമുറയുടെ കഥ എന്തായിരിക്കും? പെൺമക്കളുടെ, ആൺമക്കളുടെ, അതായത് കോളേജ് ക്യാമ്പസുകളിൽ ലവ് അഫെയറും അത് കഴിഞ്ഞിട്ടുള്ള കല്യാണവും ഒക്കെ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ അതിനേക്കാൾ കൂടിയിട്ട് ലിവിങ് ടുഗദർ, ഒരുമിച്ചൊന്ന് താമസിച്ച്, അമേരിക്ക പോലെ. അമേരിക്കക്കാർ അതൊക്കെ കടിച്ച് നാറിയിട്ട് തുപ്പിക്കളഞ്ഞു. അവരിപ്പോ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഹലാലായ അനുവദിക്കപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ നമ്മളെ പോലത്തെ മന്ദബുദ്ധികള് അത് പിടിക്കാൻ വേണ്ടി പോവാണ്. ഒരു 5 മാസമെങ്കിലും ഒരുമിച്ചൊന്ന് കഴിഞ്ഞ് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ, അതായത് 6-ാം നൂറ്റാണ്ടിനേക്കാൾ അധപ്പതിച്ച രീതി, 6-ാം നൂറ്റാണ്ടിനേക്കാൾ. അന്ന് കല്യാണമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തോന്നിയോ എത്രത്തോളം അധപ്പതിച്ചു എന്നറിയോ? ഒരു പെണ്ണ് പ്രസവിച്ചാൽ ആ ഗോത്രത്തിലെ മുതിർന്ന ആളുകൾ ആ പെണ്ണെ പോയിട്ട് കാണും. അവളോട് ചോദിക്കും, ആരായി കുഞ്ഞിന്റെ ഉപ്പ? അവള് പറയും, ഇങ്ങനെ നോക്കിട്ടാ, ഇവനാണ്. ആ, എന്നാ പിന്നെ ഓനിലേക്ക് ഓൻ ആ കുഞ്ഞിനെ കൊടുക്കും. ഇന്നത്തെ നിലവിലുള്ള അമേരിക്കന്റെ പേരാണ് ഫാദർലെസ് അമേരിക്ക എന്നല്ലേ? ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക. അവിടെയുള്ള 100-ൽ 90 കുട്ടികൾക്ക് ഉപ്പാൻ അറിയുന്നുണ്ടാവില്ല. എഴുത്ത് അല്ലാഹു അലം, നമുക്ക് പോയിട്ട് അനുഭവമൊന്നുമില്ല, വായിച്ചറിവ്. ഉപ്പാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ, ഉമ്മ ആദ്യം 5 മാസം ഒരുത്തന്റെ കൂടെ ആയിട്ടുണ്ടാവും, പിന്നെ അടുത്ത 5 മാസം വേറൊരുത്തന്റെ കൂടെ ജീവിച്ചിട്ടുണ്ടാവുക. 5 മാസം ശരിയാകുന്നില്ല, ഒഴിവാക്കി പിന്നെ അടുത്തന്റെ കൂടെ. ഇതിന്റെ പേരാണ് സിന, വ്യഭിചാരം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 6-ാം നൂറ്റാണ്ടിൽ വിപ്ലവം സൃഷ്ടിച്ചത്, നിക്കാഹ് എന്ന പരിശുദ്ധമായ ഇബാദത്തിനെ നിയമമാക്കി, ബന്ധം ഹലാലാക്കിയത്, മക്കളെ ഹലാലാക്കിയത്. അതുകൊണ്ട് കാദിയാനികളുടെ മക്കളെയൊക്കെ കെട്ടിക്കുന്ന ആൾക്കാർ സൂക്ഷിച്ചോളി. മക്കളെയൊക്കെ ശ്രദ്ധിക്കണം എന്ന്. പെൺമക്കളെല്ലാം ആരുമായിട്ടാ ബന്ധം, ലവ് അഫെയർ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിൽ ചില ഉപ്പമാരുണ്ട്, ചില യന്ത്രങ്ങള്, അവർക്കും ഒരു സുഖമില്ല. ഈ നിന്റെ മക്കൾക്ക് ലവ് അഫെയർ ഒന്നുമില്ല, ഒരു കേട് പോലെ. ഹറാമല്ലേ? കാണാതെ, കേൾക്കാതെ, തൊടാതെ, ഒരുമിച്ചിരിക്കാതെ, സംസാരിക്കാത്തൊരു ലവ് ഉണ്ടോ? ഇനി പ്രേമെന്ന് പറയോ? പ്രേമെന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പണ്ടൊക്കെ ലെറ്റർ എഴുതിയിട്ട് എറിഞ്ഞു കൊടുക്കും, ഓള് പിന്നെ എഴുതിയിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു തരും, കഴിഞ്ഞു. ആ പണ്ടത്തെ പ്രേമം കഴിഞ്ഞു. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് നോക്കും, വൈകുന്നേരം സ്കൂളിൽ പോകുമ്പോൾ ചാറ്റയാക്കും, ഖലാസ്, അത് കഴിഞ്ഞു. ഇന്നങ്ങനല്ല. ഇന്ന് കാണലും, ചില ചങ്ങായിമാര് പറയുന്നേക്കാം, പെൺകുട്ടികൾ നിർബന്ധിക്കും അത്രേ റൂം എടുക്കാൻ. സൺഡേ ലീവാണല്ലോ, ഹോസ്റ്റൽ ലീവ്, പുറത്തേക്കും ബീച്ചിൽ പോയാൽ പെമ്പിള്ള നിർബന്ധിക്കും റൂം എടുക്കാൻ. കുറച്ചെങ്കിലും ഒരു ബോധമുള്ള ആൺകുട്ടികൾ എന്ത് ചെയ്യും? ഇല്ല മോളെ, പരിപാടിക്കില്ല. കാരണം അവൾ പിന്നെ തലയിലാവും. അപ്പൊ ഓന്റെ ചിന്ത എന്തെന്നാ? കുറച്ചു കാലം ഒന്ന് ഇതാക്കിയിട്ട് പിന്നെന്ത് ചെയ്യാം, വിട്ടിട്ട് പോവാം. ഇതിലൊന്നും, ഹലാലല്ലാത്തതിലൊന്നും ആത്മാർത്ഥത ഉണ്ടാവില്ല. ഹലാലല്ലാത്തതിലൊന്നും ഒരു കൂറും ഉണ്ടാവില്ല. കാരണം തുടക്കമേ ഹറാമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മക്കളെ കടംപിടുത്തം പിടിക്കാനും പറ്റൂല, ചങ്ങലക്കിടാനും പറ്റൂല.
ഉപദേശം നസീഹത്ത്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, സ്നേഹിച്ച് തോളത്ത് കൈയിട്ട് ഉപദേശിച്ച് നസീഹത്ത് കൊടുത്ത് ദീനിൽ ആ വിഷയത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് ചെറുപ്പത്തിലെ ദീനിയായി മാഹൗലിൽ വളർത്തലല്ലാതെ ഒരു രക്ഷയുമില്ല പുതിയ കാലത്ത്. കേരളത്തിനേക്കാൾ അപകടം കർണാടകത്തിലാണ്. നമ്മുടെ യാത്രക്കാരല്ലേ, തിരിയല്ലോ. കേരളത്തിനേക്കാൾ അപകടം കർണാടകയാണ്. വെരി ഡേഞ്ചർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബി വരുമെന്നൊരുത്തം വാദിച്ചു. അങ്ങനെ അവനാരും സത്യമാക്കി. ഇവരെല്ലാവരും കാഫിറുൻ ഹലാലുദ്ദമി വൽ മാൽ. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, മനിദ്ദഅ നുബുവ, ആരെങ്കിലും നുബൂവത്ത് വാദിച്ചാൽ വഹുവ കാദിബ്, അവൻ കള്ളനാണ്. ഫഹുവ മിൻ അക്ഫരിൽ കുഫാർ, കാഫിരീങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കാഫിറാണവൻ, നബിയായി രംഗത്ത് വന്നവൻ. വഅദ്ലമുദ്ദാലിമീൻ, അക്രമകാരികളിൽ ഏറ്റവും വലിയ അക്രമിയാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന സാധനം. ഓനും ഓന്റെ അനുയായികളും നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിങ്ങിൽ ആ വിശ്വാസം അവർക്കുണ്ടെങ്കിൽ, ഉള്ളോണ്ടല്ലേ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. മിർസ ഗുലാം ഒരു നബിയാണ് എന്ന വാദവും വിശ്വാസവും അംഗീകാരവും അവർക്കുണ്ടെങ്കിൽ കാഫിറുൻ ഹലാലുദ്ദമി വൽ മാൽ, കാഫിരിങ്ങളാണ്, മുസ്ലിമുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. കാഫിർ ബാങ്ക് കൊടുക്കുന്ന കേട്ടിട്ട് നോമ്പ് കുറിച്ചാൽ നോമ്പ് പാത്തിലാവും. കാഫിർ ബാലേട്ടൻ ബാങ്ക് വിളിച്ചാൽ നോമ്പ് കുറിക്കും നമ്മള് ഇല്ല. അതേപോലെ അബ്ദുള്ള ഖാദിയാനി ബാങ്ക് വിളിച്ചാലും നോമ്പ് കുറിക്കാനും പറ്റൂല, നോമ്പെടുക്കാനും പറ്റൂല, നിസ്കരിക്കാനും പറ്റൂല. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ എനിക്കും അറിയില്ല അതിന്റെ മറുപടി. എല്ലാരും ചോദിക്കുന്നുണ്ട്, പക്ഷെ വേണ്ടാന്ന്. കാരണം അതൊരു വെറും വാക്കാണ്. കാഫിർ പറയുമ്പോൾ പഠിച്ചു വെച്ചൊരു വാക്ക് വെറുതെ ഇങ്ങനെ പറയുന്നത് മാത്രം. അദാൻ എന്നൊരു ഇബാദത്തായിട്ട് പരിഗണിക്കാൻ പറ്റൂല. പറയാം ബഹുമാനാർത്ഥം, പക്ഷെ നമ്മള് ഹദീസിനെ പരിഗണിച്ച് മുഅദ്ദിൻ പറയുന്ന കേട്ട പോലെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആലം. അതിന് മറുപടി അറിയില്ല. പക്ഷെ ഒരു കാഫിർ പറയുമ്പം അത് വെറും ഒരു ലഫ്ളാണ്, ബാങ്കല്ല, അദാനായിട്ട് കൂട്ടൂല. നമുക്ക് പറയാം, നമ്മൾ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത് കേട്ടോ, മുഹമ്മദ് കേൾക്കുമ്പോൾ പറഞ്ഞോളി, പക്ഷെ ബാക്കിയും പറയണല്ലോ. ഹയ്യ അലൽ സ്വലാത്ത് എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതൊക്കെ പറയണോ ഇല്ലേ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം. കാരണം കാഫിറിന് വെറും അൽഫാദ് മാത്രമാണ്, ഇബാദത്തല്ല. നമ്മളെ മുഅദ്ദിൻ, മുവഹിദായ ഒരു മുഅദ്ദിൻ പറയുമ്പം അതിലൊരു പവറുണ്ട്, ഒരു ഇബാദത്തായിട്ട് അയാൾ പറയുന്നു. അപ്പൊ എന്തായാലും അത് ചെയ്യണം. ഖൈർ, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലാകിർ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. അതിനുശേഷം ഒരുത്തൻ ഞാൻ നബിയാന്നും പറഞ്ഞു വന്നാൽ എനിക്ക് വഹി കിട്ടുന്നുണ്ട് എന്നുള്ള വാദം ഉണ്ടാവുമല്ലോ. ശരിക്കും അവൻ അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നു. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അള്ളാഹിന്റെ മേൽ കളവ് കെട്ടിച്ചവച്ച് പറയുന്നതിനേക്കാളും വലിയ അക്രമി വേറെ ആരുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരെ കൊന്നു കളഞ്ഞത്? മുസൈലിമത്തുൽ കദ്ദാബിനെ. മുസൈലിമ ബനി ഹനീഫ ഗോത്രക്കാരനായ മുസൈലിമയെ എന്ത് ചെയ്തു? അയാളും വാദിച്ചു. അയാളുടെ വാദം കേട്ട് ഏകദേശം 40,000-ഓളം സഹാബത്ത് മുർത്തദ്ദായിട്ടുണ്ട്. യമാമയിൽ അയാളുമായിട്ട് യുദ്ധം നടക്കുമ്പം മുസ്ലിമീങ്ങളുടെ എതിർപക്ഷത്തുള്ളതിൽ 40,000 മുർത്തദ്ദുകളായിരുന്നു. അത്ര ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ പോകരുത്. അറിവില്ലാത്ത ആള് സംസാരിക്കരുത്, പെട്ടുപോകും. നല്ല റാസിഖായ, ഈ വിഷയത്തിൽ നല്ല അറിവുള്ള, ദലീലുകൾ മനസ്സിലാക്കി സമർത്ഥിക്കാൻ സാധിക്കുന്നവരെ സംസാരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ ലക്കും ദീനുക്കും വലിയ ദീൻ. സംസാരിച്ചാൽ അത് സമർത്ഥിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ പോയിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ ശൈത്താൻ വരും. അല്ലടാ അവൻ പറഞ്ഞത് എന്തോ ഒരു ചെറിയ കാര്യം പോലെ ഇല്ലേ,
അത് മതി. ആ ചിന്ത വന്നാ മതി. ശക്ക് വരും, പിന്നെ ചർച്ചയാവും, പിന്നെ അള്ളാഹു കാകട്ടെ ഹിദായത്ത് ഡിസ്മിസ് ആയി പോകും. ഖൈർ. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഒരാൾ നബിയാണെങ്കിൽ, റസൂലാണെങ്കിൽ, ഒരാൾ നബി ആവാനും റസൂൽ ആവാനുമുള്ള അർഹതകൾ, ക്വാളിഫിക്കേഷൻ അത് അയാളിലുണ്ടാവും. ഇനി കള്ളം വാദിച്ചു കൊണ്ടുവന്ന നബിയാണെങ്കിൽ അതിന്റെ നേരെതിരായിട്ടുള്ളതേ അയാളിൽ ഉണ്ടാവുള്ളൂ. കളവ് ഞാൻ നബിയാണെന്ന വാദവുമായി ഇപ്പം വന്ന കള്ളന്മാരെ ജീവിതം പരിശോധിച്ചാൽ വൃത്തികെട്ട തെമ്മാടികളും നായ്ക്കളുമായിരിക്കും അവര്. അവർക്ക് ദീനുമായിട്ടോ ദീനിന്റെ ഉന്നത സ്വഭാവങ്ങളുമായിട്ടോ സംസ്കാരവുമായിട്ടോ ഒരു ബന്ധം ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹു നിയോഗിച്ച നബിമാരോ ആ വിഷയത്തിൽ ഏറ്റവും ടോപ്പുമായിരിക്കും. ഈ രണ്ട് വ്യത്യാസം തീർച്ചയായും കാണാൻ സാധിക്കും. അപ്പൊ ഇതും അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ ഭാഗം. ഇവിടെ ഒരു വിഷയമുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്നും ഖാദിയാനി വർഗത്തെ പുറത്താക്കി അവർ കാഫിറും മുർത്തദ്ദുമാണെന്നുള്ള ഫത്വ നൽകാനുള്ള കാരണം റിസാലത്തിന്റെ ഷഹാദത്തിൽ അവർക്ക് അബദ്ധം പറ്റിയത് കൊണ്ടാണ്, തൗഹീദിൽ പറ്റിയത് കൊണ്ടല്ല. എങ്കിൽ അതിനു മുമ്പേ ശരിയാവേണ്ടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തിൽ പിഴവ് പറ്റിയവരോ അവര് ഖാദിമാരും പിന്നെ ഷെയ്ഖും ഖമറും സുൽത്താനും. ഈ പാപങ്ങൾ കാഫിറും പോ. ബാക്കി എല്ലാവരും, അതായത് അള്ളാഹു അല്ലാത്ത CM ആണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ എന്ന് പറയുന്ന പച്ച കാഫിർ ഖാദിയും ഖത്തീബും. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ശേഷം ഒരു നബി വരുമെന്ന് വാദിച്ച ഖാദിയാനി കാഫിറും മുർത്തദ്ദും. അതിന്റെ ഇടയിലാണ് സലഫികൾ. ആദ്യം പറഞ്ഞവനും കാഫിറാണ്, രണ്ടാമത് പറഞ്ഞവനും കാഫിറാണ്. ഇടയിലുള്ള രണ്ട് ഷഹാദയും അംഗീകരിച്ചവനാരോ അവൻ മാത്രമാണ് മുസ്ലിം, അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഇതിലൊരു സംശയവുമില്ല. തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്ക് തെളിവ് പറഞ്ഞ് സമർത്ഥിച്ചു തന്നാൽ തിരുത്താൻ തയ്യാറാണ്. അല്ലാത്ത കാലത്തോളം കലിമത്തു ഷഹാദന്റെ വിഷയത്തിൽ ഒരുത്തൻ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാഫിറാണ്, മുർത്തദ്ദാണ്, മുശ്രിക്കാണ്. അങ്ങനെ തൗബയില്ലാണ്ട് മരിച്ചാൽ അവൻ നരകത്തിൽ കാലാകാലമാണ്. അല്ലെങ്കിൽ തെളിവ് തരണം. അങ്ങനെ പറയാൻ പറ്റൂല എന്നുണ്ടായി. കോഴിക്കോട് ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ സലഫികൾ കൊടുത്ത പ്രത്യേക പറഞ്ഞു, അങ്ങനെ പറയണോ, അങ്ങനെ പറയണം. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടാൽ അവർക്ക് ചിലപ്പം വാശി കൂടിയിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഇല്ലാണ്ടാവും. ഓൻ വരണ്ട. നമ്മൾ വരുത്തിക്കുന്ന ആൾക്കാരാ, പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാ. നമ്മൾ വരുത്തിക്കാൻ ആർക്കേ പറ്റുള്ളൂ? അല്ലാഹുക്ക് മാത്രമേ. കുല്ല അംലികു ലിനഫ്സി ദർറൻ വലാ നഫ്അൻ, സൂറത്തുൽ ജിന്ന്. വലാ റശദ വലാ റശദ. ഞാൻ വെറും ഒരു മനുഷ്യനാണ്. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഉപകാരവും ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റൂല. വലാ റശദ, നിങ്ങളെ സന്മാർഗത്തിലാക്കാനും എനിക്ക് പറ്റൂല. പിന്നെ എങ്ങനെ നമ്മളാക്കുക? നമ്മളൊരു വ്യക്തിനെ പറയുന്നില്ല, ഇന്നവൻ അങ്ങനെയാണ് ഇന്നവൻ അങ്ങനെയാണില്ല. ഈ വിശ്വാസം വിശ്വസിക്കുന്നവൻ കാഫിറും മുർത്തദ്ദുമാണ്, ഒരു സംശയമില്ല. ഓന്റെ ബാക്കിൽ പോയിട്ട് 5 നേരത്തെ നിസ്കാരത്തിന് കൈകെട്ടി നിന്നാൽ ആ നിസ്കാരം ബാത്തിലുൻ. കാരണം അവന്റെ ഇമാമു മുശ്രിക്കാ. നിസ്കാരം നിർബന്ധം ഇല്ലാത്തവനാണ്, നജസ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ബാക്കിൽ നിൽക്കുമ്പോ ഇമാമിന്റെ കന്തൂറിന്റെ ബാക്കിൽ തീട്ടം നോക്കി നിൽക്കുക, അളുകിട്ട് പോവോ? ചോദിച്ചാൽ മനസ്സിലായില്ല. തീട്ടെന്നുള്ള മനസ്സിലായ? നിങ്ങളെ നാട്ടിൽ എന്താ പറയാ? അതല്ല ഒരു പേര്. ആ സാധനത്തിന് അപമാനിക്കുന്ന പേരായി പോയല്ലോ അത്. ഇതൊരുത്തൻ ബാക്കിന്ന് കണ്ടാൽ അവൻ കൈ കെട്ടി നിൽക്കുവോ? ഇല്ല. അല്ലോ, ഇമാമിന്റെ നിസ്കാരം പോയി കാണുന്ന ഷർത്ത് ബാത്തിലായി. നിസ്കരിക്കുന്നോണ്ട് ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയാവണ്ടേ? ഇറങ്ങിപ്പോയി. കാരണം കണ്ണുകൊണ്ട് കാണുന്ന ശേഷം നമ്മൾ കണ്ടു. എന്നാൽ മൊയ്തീൻ ശൈഖിനെയും വിളിച്ചിട്ട് വന്ന് നിൽക്കുന്നവൻ, ഇന്നമൽ മുശ്രികൂന നജസുൻ, അല്ലാഹു പറഞ്ഞ നജസാണ്. പിന്നെ അവന്റെ ബാക്കിൽ എങ്ങനെ നമ്മൾ നിൽക്കുക? അതുകൊണ്ട് വളരെ കാര്യമായി തന്നെ ചിന്തിച്ചോളിൻ. അഹ്ലുസുന്നയുടെ നിലപാട് ഈ മധ്യമ നിലപാടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്ക് വന്നവൻ ഓനും പോയി, മുഹമ്മദ് റസൂലുള്ളാഹിയിൽ അബദ്ധം പറ്റിയവൻ അവനും പോയി. അതിന്റെ ഇടയിലാണ് മുവഹിദും മുഅ്മിനും അഹ്ലുസുന്ന വൽ ജമാഅ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. അതേപോലെ
അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാ മനുഷ്യനായി മനസ്സിലാക്കലും, എന്നാൽ അതിനോടൊപ്പം തങ്ങൾക്കുള്ള പ്രത്യേകതയെ അംഗീകരിക്കലും. അമാനുഷികനല്ല ഒരിക്കലും എന്ന് പറഞ്ഞാൽ മനുഷ്യനുമല്ല, മലക്കുമല്ല, ജിന്നുമല്ല, പിന്നെന്തോ അല്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ, അഥവാ ശഹുവത്തുള്ള, വികാര വിചാരങ്ങളുള്ള, വേദനകളുള്ള, നൊമ്പരങ്ങളും പ്രയാസങ്ങളും സന്തോഷവും ദുഃഖവും കരച്ചിലും ചിരിയും ഒക്കെയുള്ള സാധാ ഒരു ബശർ. പക്ഷെ എന്താ വ്യത്യാസം? യൂഹാ ഇലയ്യ, വഹി നൽകപ്പെടുന്ന ആളാണ്. ഒരാൾക്ക് വഹി കിട്ടാൻ എന്ത് പ്രത്യേകത വേണമോ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീലിനെ കാണാൻ പറ്റിയത്. അതുള്ളത് കൊണ്ട് ആ പ്രത്യേകത. 7 ആകാശത്തിന്റെ അപ്പുറത്ത് പോയി, അർശിന്റെ അടുത്ത് പോയി റബ്ബിനോട് സംസാരിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. മനുഷ്യൻ തന്നെ, പക്ഷെ ഈ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്രൻ പിളർന്നത്, അതുകൊണ്ടാ വിരലിന്റെ ഇടയിൽ നിന്ന് വെള്ളം വന്നത്, അതുകൊണ്ടാ പാചകം ചെയ്ത ഭക്ഷണം ദുആ ചെയ്തപ്പോൾ വർദ്ധിച്ചത്, അതുകൊണ്ടാണ് കല്ലുകളും മരങ്ങളും സലാം പറഞ്ഞത്. ബശർ മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശർ, മുഹമ്മദ് മനുഷ്യൻ തന്നെ, പക്ഷേ നമ്മളെ പോലത്തെ അല്ല. യാഖൂത്തുൻ ഹജറുൻ ലാ കൽ ഹജർ, ഏതുപോലെ മുത്തുകൾ കല്ലാണ്, പക്ഷെ സാധാ കല്ലല്ല, ഇനി വിലയുണ്ട്, അതേപോലെ വ്യത്യസ്തം. അതങ്ങനെ തന്നെ അംഗീകരിക്കണം. എങ്കിൽ അങ്ങനെ അംഗീകരിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശ്വസിക്കൽ നിർബന്ധമായ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, ഞാൻ മനുഷ്യനാണ്, പക്ഷെ എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്. ഫഹുവ ബശറുൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. ലാ യംലികു ലിനഫ്സിഹി ദർറൻ വലാ നഫ്അൻ ഇല്ലാ മാ ഷാ അല്ലാഹ്, തങ്ങളുടെ നഫ്സിന് തന്നെ അല്ലാഹ് ഉദ്ദേശിച്ചാലല്ലാതെ നഫ്അോ ദർറോ റസൂലുള്ളാഹിക്ക് ചെയ്യാൻ പറ്റൂല, ഉപകാരം ചെയ്യാൻ പറ്റൂല, ഉപദ്രവവും സ്വന്തം ഉണ്ടാക്കാൻ പറ്റൂല. വലാ യഅലമുൽ ഗൈബ, എന്തു അറിയൂല, മറഞ്ഞ കാര്യവും അറിയൂല. ഇല്ലാ മാ അത്ലഅഹു അല്ലാഹു അലൈഹി, അല്ലാഹു അറിയിച്ചു കൊടുത്തത് അല്ലാതെ. ഇതാണ് വിശ്വാസം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഷഹാദ പിന്നെ സഹീഹാകണമെങ്കിൽ അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വയം ഒരു ഉപദ്രവം ഉണ്ടാക്കാനും ഉപകാരം ചെയ്യാനും ഗൈബ് അറിയാനും സാധിക്കുമെന്ന് വിശ്വസിക്കലോടെ എന്ത് പോയി? ഷഹാദത്ത് ബാത്തിലായി. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഉള്ള ഷഹാദത്ത് ബാത്തിലായി. യുസീബുഹു മാ യുസീബു ഗൈറുഹു മിനൻ നാസ്, ജനങ്ങൾ സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവുന്നതെല്ലാം റസൂലുള്ളാഹിക്ക് ഉണ്ടാകും. മിനൽ അംറാദി, രോഗങ്ങൾ, വൽ ഔജാഇ, വേദനകൾ. എന്തിന്? ലിയർഫഅലഹു ഫീ ദറജാതിഹി, ദറജകൾ അല്ലാഹു ഉയർത്തി കൊടുക്കാൻ. അതേപോലെ അങ്ങനെയൊക്കെ വരുമ്പം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹിനെ കണ്ട് ബാക്കിയുള്ളവർക്ക് പഠിക്ക് ഗുണപാഠമാക്കാൻ ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂലിന് വരും. അതായത് ഒരു അമാനുഷികനാണ് റസൂലെങ്കിൽ നമുക്ക് എന്ത് മാതൃകയാണ്? മനസ്സിലായില്ല. മനുഷ്യരെ പോലത്തെ ആണെങ്കിലേ നമുക്ക് മാതൃകയുള്ളൂ, കണ്ടു പഠിക്കാനുള്ളൂ. ഒരു മലക്ക് റസൂലായി വന്നാൽ നമ്മൾ എന്ത് പറയും? അത് മലക്കല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുമോ? ജിന്ന് വന്നാലോ മനുഷ്യന്മാര് പറയും ജിന്ന് നമ്മളെ പോലത്തെ അല്ലല്ലോ, അവർക്ക് പറയാൻ പറ്റും, നമുക്ക് ഇത് പറ്റൂല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനത്തെ സാധാ മനുഷ്യരല്ലെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞൂടെ, അമാനുഷികതയുള്ള ആളല്ലേ, അപ്പൊ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല. അതുകൊണ്ട് ആ വിശ്വാസം പറ്റൂല. ഇതെല്ലാം ഉണ്ട്, നമുക്കത് കാണാനും പഠിക്കാനും നമുക്ക് പാഠമാക്കാനും. وَلِيَعْلَمَ النَّاسُ أَنَّهُ بَشَرٌ لَا يَمْلِكُ لِنَفْسِهِ ضَرًّا وَلَا نَفْعًا, സ്വയം ഒരു ഉപദ്രവം ഉണ്ടാക്കാനോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ റസൂലുള്ളാഹിക്ക് പറ്റൂല. മാത്രമല്ല ഫലാ യുഖദ്ദസു, അമിതമായി ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കപ്പെടുകയുമില്ല. ബിസ്മില്ലാഹ്, കുടിച്ചോണ്ട് ശ്രദ്ധിച്ചോളെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാഹ്യമായി പ്രകൃതിയാ സാധാ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ വഹി നൽകപ്പെടുന്നുണ്ട് എന്ന, പരിശുദ്ധ ഖുർആൻ തങ്ങൾക്ക് ഇറക്കപ്പെടുന്നു എന്ന പ്രത്യേകത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്.
സാധാ മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ ഗൈബ് അറിയുകയോ അള്ളാന്റെ അനുമതി പ്രകാരമല്ലാതെ സ്വയം എന്തെങ്കിലും ഉപകാരം ചെയ്യുകയോ ഉപദ്രവം ചെയ്യുകയോ ആരെയെങ്കിലും ഹിദായത്തിലാക്കുകയോ ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദാ. സൂറത്തുൽ ജിൻ. ഖുൽ നബിയെ നിങ്ങൾ പറയണം, ഇന്നി ലാ അംലികു ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉടമസ്ഥപ്പെടുത്തൂല, ദർറൻ, ഒരു ബുദ്ധിമുട്ടും, ഞാനായിട്ടൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂല, വലാ റഷദൻ, നേർമാർഗവും എനിക്ക് ആരെയും ഹിദായത്തിലാക്കാൻ പറ്റൂല. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, ആർക്കും എന്നെ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താനും സാധിക്കൂല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹുവിനെ എനിക്ക് അവന്റെ അടുക്കലല്ലാതെ ഒരു അഭയ കേന്ദ്രവും ഇല്ല. നിങ്ങളെ പോലെ അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈസാ നബിയെ നസാറാക്കൾ അമിതമാക്കിയ പോലെ നിങ്ങൾ എന്നെ ചെയ്യരുത്. ചില ആളുകൾ ഇലാഹാക്കി, ചില ആളുകൾ ഇലാഹിന്റെ മോനാക്കി. സുബ്ഹാനഹു വ തആല, അല്ലാഹു പരിശുദ്ധനാണ്, അവർ പറയുന്നത് കളവാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ഷഹാദയുടെ മൂന്നാമത്തെ കാര്യം, അത് സ്വഹീഹാവാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം വിശ്വസിക്കാൻ നിർബന്ധമാണ്. അന്നഹു മഅസൂമുൻ അനിൽ കദിബി വൽ ഖതഇ ഫി കുല്ലി മാ യുബല്ലിഗുഹു അൻ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്നും എന്തൊക്കെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബ്ലീഗ് ചെയ്യുന്നുണ്ടോ, എത്തിച്ചു തരുന്നുണ്ടോ, അതിലൊന്നും ഒരു തരത്തിലുള്ള തെറ്റോ അപകടമോ കളവോ വ്യതിയാനമോ സംഭവിക്കുന്നതിനെ തൊട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്, സുരക്ഷിതനാണ്. ഫഹുവ സ്സാദിഖുൽ മസ്ദൂഖ്, സത്യസന്ധനുമാണ്, മറ്റുള്ളവരാൽ സത്യമാക്കപ്പെട്ട ആളുമാണ്. തങ്ങൾ സ്വയം കളവ് പറയൂല, എന്നാൽ മറ്റുള്ളവരും നബിയെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാൻ സാധിക്കൂല. അതാണ് ജീവിതം. മഅസൂമാണ്. ഫഖദ് ശഹിദ ലഹു ബിഹാ ഖൗമുഹു അല്ലദീന ഹും അദ്റന്നാസി ബിഹി ഖബല അൻ യുനസ്സല അലൈഹിൽ വഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണ് എന്ന വിഷയത്തിൽ വഹ്യം നൽകപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും അടുത്തറിഞ്ഞ ആളുകൾ വരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആര്? ഖുറൈശികൾ. അന്ന് ആ മലയുടെ മുകളിൽ കയറി ചോദിച്ചല്ലോ, ഈ മലയുടെ പിറകിലൂടെ ഒരു ശത്രുസേനം വരുന്നു, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുമോ? അവരെല്ലാരും പറഞ്ഞു തീർച്ചയായും. കാരണം കളവ് നിന്നിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല, പരിചയമേ ഇല്ല. അപ്പൊ നുബുവത്തിനു മുമ്പേ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയതിന് ശേഷം പിന്നെ സഹാബാക്കൾ അത് സത്യമാക്കി കാണിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്തു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റിയിട്ടുണ്ട്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ബാത്തില. ഏതിൽ? വഹയിൽ. അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തരാനായി അള്ളാഹുവിന്റെ റസൂലിനെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ, മറ്റു മാനുഷിക കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചേക്കാം? പിഴവുകൾ വന്നേക്കാം. ഇതുപോലെ ബദർ യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിം പട്ടാളക്കാരെ ബദറിലെ ആ കിണറ് ഇവരുടെ മുന്നിൽ വരുന്ന രീതിയിലാണ് സൈന്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയത്. അപ്പൊ കാഫിര്യങ്ങൾക്കും എന്ത് ചെയ്യാം? ആ കിണർ ഉപയോഗിക്കാൻ പറ്റും. ഒരു സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അങ്ങ് ചെയ്തതാണോ? കാരണം അള്ളാഹിന്റെ കൽപ്പനയോടുകൂടിയാണെങ്കിൽ പിന്നെ നമുക്ക് വോയിസ് ഇല്ല. സ്വഹീഹ് പറഞ്ഞു, അല്ല, ഞാൻ എന്റെ അഭിപ്രായം ചെയ്തു എന്ന് മാത്രം. അപ്പൊ ആ സഹാബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിണർ ബാക്കിലാക്കി അതിന്റെ മുമ്പിൽ നിന്നൂടെ? ശത്രുക്കൾക്ക് വെള്ളം കിട്ടാത്ത തരത്തിൽ കിണർ നമ്മൾക്കിടയിലാക്കിക്കൂടെ? സ്വഹീഹ് പറഞ്ഞു, അതല്ല അഭിപ്രായം. അപ്പൊ തന്നെ പട്ടാളക്കാരെ മാറ്റി നിർത്തി. അത് യുദ്ധത്തിൽ ഫലം കാണുകയും ചെയ്തു. വെള്ളം കിട്ടാതെ മുശ്രിക്കുകള് കഷ്ടപ്പെട്ടു ബദർ യുദ്ധത്തിന്റെ സമയം. അപ്പം അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? ആ അഭിപ്രായം ശരിയല്ലാന്ന് തോന്നി, സംഭവിക്കാം, വ്യക്തിപരമായ കാര്യമാണ്. മദീനത്തേക്ക് പോയപ്പം മദീനത്തുള്ള കൃഷിക്കാരെന്ത് ചെയ്യുന്നു? ഇതിനെന്താ പറയാ, ഒരു മരത്തിന്റെ പൂവെടുത്തിട്ട് മറ്റേ മരത്തിന് കെട്ടിവെക്കുക.
കസിയ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഒരു മരത്തിന്റെ കൊമ്പ് കട്ടാക്കിയിട്ട് മറ്റേ മരത്തിന് വെക്കും, ഇത് ചുറ്റി വെക്കും. എന്തിനാ? വിളവുകൾ കൂടുതൽ കിട്ടാൻ. ബെഡിങ്. ബെഡിങ് അല്ല, എന്തോ റിങ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അതിലെന്തുണ്ട്? ഗുണമുണ്ട്, കൃഷിക്കാർക്ക് ഗുണമുണ്ട്. ഇത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹു തീരുമാനിച്ചതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നബി പോയി. ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? ഫീൽ ചെയ്തു. ആ വർഷം അവർ ആ പരിപാടി ചെയ്തില്ല. വിളവെടുത്തപ്പോഴോ കുറച്ചേ ഉള്ളൂ. എല്ലാരും കൂടി വന്നു, യാ റസൂലുള്ളാഹ്, നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ മക്കക്കാരനാണല്ലോ, നിങ്ങൾ മദീനക്കാര് കൃഷിക്കാരാണ്, എനിക്ക് കൃഷി എന്താണെന്നറിയാം. ഞാൻ നിയമം എന്ന് പറഞ്ഞേ ഉള്ളൂ. ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ അനുവദിക്കപ്പെട്ടൊരു സംഭവമാണ്, ചെയ്തുകൂടായിരുന്നോ? അപ്പൊ അള്ളാഹു റസൂൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ വരാം, അത് തെറ്റല്ല. പക്ഷെ അള്ളാഹു നമുക്ക് അറിയിച്ചു തരാനായി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ കളവ് പറയൂല, അബദ്ധങ്ങൾ സംഭവിക്കൂല, ഒരു തരത്തിലുള്ള തെറ്റും അതിൽ വരൂല. വന്നെന്ന് വിശ്വസിച്ചാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഷഹാദത്ത് ബാത്തിലാവും. ഒന്നുകൂടെ, അതേപോലെ നിർബന്ധമായും വിശ്വസിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അള്ളാഹുവിന്റെ റസൂലിന് ഇറക്കിക്കൊടുത്ത കിതാബാണ് അൽ ഖുർആൻ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ മുഅ്ജിസത്തും കൂടിയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടില്ല, കൈകടത്തിയിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും ഇടപെടാനും കൈകടത്താനും സാധ്യവുമല്ല. സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും എൻ്റെ മേൽ ഒരു വാക്കിന്റെ കഷണം കെട്ടിച്ചമച്ച് പറഞ്ഞാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, ഞാൻ മെരിപ്പിച്ചു കളയുന്ന പറഞ്ഞു. ആ നബി വേണ്ടാന്ന് വെക്കും എന്തെങ്കിലും സ്വന്തം ഭാഗത്തുനിന്ന് ഇട്ട് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ വിഷയത്തിൽ ഉലമാക്കൾ പറഞ്ഞു, ഖുർആൻ ഓതുമ്പോൾ ഹുറൂഫുൽ മഖാരിജുൽ ഹുറൂഫ് പഠിക്കൽ നിർബന്ധമാണ്. അഹ്കാമുകളില്ലെങ്കിലും, ഏത് മണിക്കേണ്ടതും നീട്ടേണ്ടതും ഒന്നും അറിയില്ലെങ്കിലും മഖ്റജ് പഠിക്കൽ നിർബന്ധമാണ്, വാജിബാണ്. കാരണം മഖ്റജിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ഒരക്ഷരം അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത് നിന്ന് നമ്മൾ പറഞ്ഞാൽ അക്ഷരം മാറും. അക്ഷരം മാറലോടുകൂടി അർത്ഥം മാറും. അപ്പൊ എന്താവും? അള്ളാഹു പറയാത്ത, ലക്ഷ്യം വെക്കാത്ത ഒരു സംഗതി നമ്മൾ പറഞ്ഞ പോലെയാവും. സൗകര്യമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും പഠിക്കാതെയാണ് ആ തെറ്റ് വന്നതെങ്കിൽ ഫഹുവ ആസിം, കുറ്റക്കാരനാണ്, കുറ്റം കിട്ടും. എന്നാൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിലപ്പം പ്രായം കുറച്ച് കഴിയുമ്പം അങ്ങനെ പറയാൻ പറ്റണമെന്നില്ല, അവര് പ്രശ്നമില്ല, തെറ്റില്ല. എന്നാൽ സൗകര്യമുണ്ടായിട്ടും ശ്രമിക്കാതിരുന്നാൽ അത് അപകടമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബാക്കളെ ചൂണ്ടിക്കാണിച്ചെടുത്തിട്ട് പറഞ്ഞു, ഇറങ്ങിയ പോലെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് പോയി ഓതി പഠിച്ചോളൂ. സഹാബാക്കളെല്ലാം പോയിട്ട് ഓതി പഠിച്ചു. കാരണം ഇതാണ്, അതിൽ കൈകടത്താൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു പറയാത്ത ഒരക്ഷരം, ഒരു പുള്ളി, ഒരു വള്ളി ചേർക്കാൻ അനുവാദമില്ല. അള്ളാഹുവിന്റെ റസൂലിന് വരെ, ഖിയാമത്ത് നാൾ വരെ അത് സാധ്യമല്ല. പക്ഷെ അതിനു മുമ്പ് വന്ന കിതാബുകളെല്ലാം മലീമസമായി പോയി. പുരോഹിതവർഗം കൈകടത്തി, ഹലാലിനെ ഹറാമാക്കി, ഹറാമിനെ ഹലാലാക്കി, ഇഷ്ടമുള്ള നിയമങ്ങൾ കൂട്ടിച്ചേർത്തു, ഇഷ്ടമില്ലാത്തതിനെ വെട്ടിമാറ്റി, ഇതെല്ലാം അവർ ചെയ്തു. ഖുർആനിൽ അത് നടക്കൂല ഇലാ യൗമിൽ ഖിയാമ. കാരണം അതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അവസാന കാലമാകുമ്പോൾ ഖുർആനിൽ നിന്നും, മുസ്ഹഫുകളിൽ നിന്ന് ഖുർആൻ ഉയർത്തപ്പെടും. എന്താ മുസ്ഹഫും ഖുർആൻ തമ്മിലുള്ള വ്യത്യാസം? മുസ്ഹഫ് ഈ സാധനം, 2 ചട്ടക്കുള്ളിൽ ഉള്ള പുസ്തകം, അതാണ് മുസ്ഹഫ്. ചട്ടയാക്കപ്പെട്ടതിന്റെ അർത്ഥം. ഖുർആൻ അതിനുള്ളിൽ എഴുതപ്പെട്ട വഹി, അത് പോവും. പിന്നെ മുസ്ഹഫ് മറിക്കുമ്പം അതിൽ നമുക്ക് ഖുർആൻ കാണാൻ കഴിയില്ല. ഹാഫിദിങ്ങളുടെ ഖൽബിൽ നിന്നും ഉയർത്തപ്പെടും. പിന്നെ ഖുർആൻ എന്ന് പറയുന്ന സംഗതി
അപ്പോഴത്തേക്കും ലോകം ഏകദേശം അവസാനം ആയിട്ടുണ്ടാവും. ആളുകളൊക്കെ കഴിവിനത്ര വൃത്തികേടിലും പേക്കൂത്തുകളിലും വീണിട്ടുണ്ടാവും. കാരണം ആര് വരണം? മസീഹുദ്ദജ്ജാല് വരണമെങ്കിൽ ലോകം അത്രയും മോശമായ അവസ്ഥയിലാവണം. അപ്പോഴാ വരിക. അതുകൊണ്ടാണ് ജൂതന്മാർ അവരുടെ വാഗ്ദത്ത പ്രവാചകനാണ് മസീഹുദ്ദജ്ജാൽ. അവന്റെ വരവ് എളുപ്പമാകണമെങ്കിൽ ലോകം അത്ര വൃത്തികേടാവണം. അവിടെ ജൂതൻ എന്ത് ചെയ്യും? അത്രത്തോളം വൃത്തികേടാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ വൃത്തികേടാവുമ്പോഴാണ് മസീഹുദ്ദജ്ജാൽ വരിക. അപ്പോഴേക്കും തുച്ഛം ചില മുഅ്മിനുകൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. മസീഹിന്റെ അർത്ഥമാണോ? മസീഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം. ദജ്ജാലിന്റെ കൂടെയുള്ള മസീഹ കൊണ്ടുള്ള ഉദ്ദേശം ചുരുങ്ങിയ കാലം കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു എന്നർത്ഥത്തിലാണ് മസീഹ്. ഈസലമിന്റെ മസീഹ് തടവിയിട്ട് ആളുകളുടെ രോഗം ശിഫയാക്കിയ ആള്. ഈ വെള്ളപ്പാണ്ടും കുഷ്ഠരോഗമെല്ലാം തടവിയിട്ട് ശുദ്ധിയാക്കുന്ന ഈസ നബി ശിഫയാക്കിയതല്ല, മസീഹ് തടവിയവൻ എന്നർത്ഥത്തിലാണ്. നമ്മളെ കാലിനെതിരെ ചെയ്തിട്ടുണ്ട്. പിന്നെ മസീഹുദ്ദജ്ജാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ലോകം മുഴുവൻ കറങ്ങുക. റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ സ്വർഗം നിങ്ങൾക്ക് നരകമാണ്, അവന്റെ നരകം നിങ്ങൾക്ക് സ്വർഗമാണ്. എത്ര വലിയ പരീക്ഷണമായിരിക്കും എന്നറിയോ? ഒരുത്തനെ വിളിക്കും, നിന്റെ ഉപ്പ എവിടെടാ? മരിച്ചു. എവിടെ ഖബർ? അവിടെ, വാ, വിളിച്ചോണ്ടോ. എന്നിട്ട് തട്ടും ഖബറില്, അതിനുള്ളിൽ എണീച്ചിട്ട് വരും. ഉപ്പ ചോദിക്കും, പറ നിന്റെ റബ്ബാരാണ്? ഈമാൻ ഇല്ലാത്തവൻ പറയും, നീ എന്നെ റബ്ബ്. കാരണം എന്ത് ചെയ്തു? ഉപ്പാനെ ജീവിപ്പിച്ചു. ഓരോരുത്തരെ വിളിക്കും, ആരാ റബ്ബ്? അള്ളാഹു ആണ് റബ്ബ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. ഞാനത് ചെയ്താലോ? നീ കാണിക്കും. അത് നടുവ പുളക്കും. ഒരുത്തരെ പിടിച്ച് നടുവ അങ്ങനെ കയറും, രണ്ട് ഭാഗത്തേക്ക് വീഴും. എന്നിട്ട് എന്ത് ചെയ്യും? ഓട്ടിച്ചിട്ട് എന്നിട്ട് ചോദിക്കും, പറഞ്ഞ എന്റെ റബ്ബാരാണ്. അപ്പൊ ഇവൻ പറയും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായിരിക്കും എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുഅ്മിൻ എന്നാ പറഞ്ഞു. അവൻ പറയും, ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ മസീഹുദ്ദജ്ജാലാണ്. ഇങ്ങനെ ചെയ്തിട്ട് എന്റെ ഈമാൻ നീ ടെസ്റ്റ് ചെയ്യുമെന്ന് റസൂലുള്ളാഹി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ ഉറപ്പായി നീ മസീഹുദ്ദജ്ജാലാണ്. ആ ഈമാൻ ആയിരിക്കും ഏറ്റവും കട്ടിയുള്ള. കണ്ണുകൊണ്ട് ഇതവൻ ചെയ്ത് കണ്ടിട്ടും അവന്റെ ഭാഗത്ത് കൂടൂല. അങ്ങനെ തോന്നിവാസങ്ങളൊക്കെ നടത്തി കൊല്ലാക്കൊല ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവും. പക്ഷെ രണ്ട് സ്ഥലത്തേക്ക് ഇവനെ മലക്കുകൾ കടത്തി വിടൂല, മക്കത്തുൽ മുകറമ, മദീനത്തുൽ മുനവ്വറ. അന്നാ റസൂലുള്ളാഹി പറഞ്ഞത്, മദീനന്റെ കവാടത്തിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും, ലിമൻ ഹാദൽ ഖസ്റുൽ അബിയദ്, ഈ വെള്ള കൊട്ടാരം ആരുടെ കൊട്ടാരമാണ്? ഇന്നത് കൊട്ടാരാണ്. ഇന്ന് മദീനത്തെ ആ വാതിൽ കൂടി കയറി ഇങ്ങനെ മുകളിലോട്ട് നോക്കിയാൽ കൊട്ടാരം കാണാം. പക്ഷെ അന്ന് പറയുന്ന എവിടുന്ന? ഈത്തപ്പഴത്തിന്റെ ഓലമേലെ വള്ളിനുണ്ടെന്നാ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈർ. അപ്പൊ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ജിബ്രീലിന്റെ വാസിതയോടെ കൊടുത്ത ഇതാണ് പരിശുദ്ധ ഖുർആൻ. ഖിയാമം വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്തും കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. അതും അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ ഷഹാദത്തിൽ ഉൾപ്പെട്ടതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. ഞാൻ അടുത്ത ആഴ്ച വ്യാഴാഴ്ച ഉംറക്ക് പോവാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം, അള്ളാഹു യാത്ര എളുപ്പാക്കട്ടെ. നമുക്കെല്ലാം എത്രയും പെട്ടെന്ന് ഒരുമിച്ച് പോവാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാൻ